ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് ലേറ്റായി എണീക്കാൻ. ഒരു 4-ാം മാസം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഛർദിയൊക്കെ ആയതുകൊണ്ട് ഒന്നും കഴിയുന്നില്ലേനു. അതാണ് എണീക്കാൻ ലേറ്റായ. പിന്നെ എണീച്ച് നാഷ്ടമൊക്കെ ആക്കി ഒന്ന് അടിച്ച് വാരിയിട്ട് വേറൊന്നും പണിയൊന്നും ഇല്ലായിരുന്നു. അമ്മ എല്ലാവർക്കും ഉച്ചത്തേക്കുള്ളത് രാത്രിത്തേക്കുള്ളതെല്ലാം ഒന്നിച്ച ചോറും കറിയിലൊക്കെ. അപ്പോഴത്തേക്ക് ഉച്ചയാകുമ്പോഴേക്കും അമ്മ എത്തി. ഞാൻ അടിച്ച് വാരിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ എത്തി. അമ്മ വരുമ്പോൾ ഒരു മാങ്ങ എടുത്തിട്ട് വന്നിട്ടുണ്ടായിനെ. അപ്പം മാങ്ങ എടുത്തിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ മാങ്ങയിൽ തിന്നുമ്പോഴേക്ക് ഒരു 2-2:30 മണിയായിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് അമ്മ ചോറ് വയ്ക്കാൻ വേണ്ടി ചോറ് കൊടുത്തന്ന്. ചോറെല്ലാം വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാനും അമ്മയും കൂടി നല്ലോണം ഉറങ്ങി എണീറ്റപ്പോൾ ഒരു 4 മണിയായിട്ടുണ്ടാവും. പിന്നെ എണീറ്റ് ചായയൊക്കെ വെച്ച് കുടിച്ച് ഞങ്ങൾ രണ്ടാളും ചായ കുടിച്ചിട്ടാകുമ്പോഴേക്ക് അമ്മ മിറ്റടിച്ച് തരാൻ പോയി. മിറ്റമൊക്കെ അടിച്ച് വാരിയിട്ട് തോട്ട് പോകാനോ പറഞ്ഞുകൊണ്ടുണ്ടായിനി. പിന്നെ തോട്ട് പോവാൻ പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടനുള്ള വെള്ളം വെച്ച് പോവാൻ പറഞ്ഞിട്ട് ഏട്ടൻ അപ്പോഴത്തേക്ക് എത്തുമെന്നുള്ളതുകൊണ്ട് വെള്ളമെല്ലാം വെച്ചിട്ട് ഞാനും അമ്മയും കൂടി തോട്ടിൽ പോയി. ഞാൻ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടായി. അമ്മ അലക്കി കുളിച്ചിട്ടല്ല പിന്നെ തിരിച്ച് വന്നപ്പോഴേക്ക് ഏട്ടൻ വന്ന് വളക്കത്തിരിക്കാനായിരുന്നു. വിളക്കത്തിച്ചിട്ടെല്ലാം പിന്നെ അമ്മയും ഏട്ടനും കൂടി അടുക്കളയിൽ ചായ വെക്കലേനു. ചായ വെച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഏട്ടൻ ചായ വന്ന് കുടിച്ചുകൊണ്ടുണ്ടായി. അത് കഴിഞ്ഞ് സീരിയൽ നോക്കാൻ വേണ്ടി TV ഓണാക്കി സീരിയൽ നോക്കലേനു ഞാനും അമ്മയും. അപ്പോഴത്തേക്ക് അച്ഛനും അപ്പവും ഒക്കെ എത്തി. പിന്നെ അവർക്ക് ചായയെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു അമ്മ. പിന്നെ അവർ കുടിച്ച് പോയി. പിന്നെ അവർ വരാൻ ലേറ്റാവും, ഒരു 10 മണിയാവും. അപ്പോഴത്തേക്ക് നേരമായതുകൊണ്ട് അമ്മ എനിക്ക് ചോറ് തന്നു. ചോറിൽ ഞാനും ഏട്ടനും കൂടി രണ്ടാളും കൂടി വെച്ച് നമ്മൾ രണ്ടാളും ചോറിൽ വെക്കുമ്പോഴേക്ക് അമ്മ രാവിലത്തേക്കുള്ള വരവിനുള്ള മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കിടക്കാൻ നേരത്ത് മുടിയൊന്ന് ഒതുക്കി തരുത്തേനു ഏട്ടെ. ഫുള്ള് ചിക്കായതുകൊണ്ട് ഞാൻ ഏട്ടനെ കെട്ടിത്താ പറഞ്ഞിട്ട് അങ്ങനെ കെട്ടിക്കലായിരുന്നു. പിന്നെ എൻ്റെ മുടിയൊക്കെ കണ്ട് ഏട്ടെ ചിരിക്കലെല്ലാം തമാശ കളിയാക്കലെല്ലായിരുന്നു. പിന്നെ ഏട്ടൻ കിടന്നുറങ്ങി. അപ്പോഴത്തേക്ക് 10 മണിയായി. പിന്നെ ഞാനും കിടന്നു ഗൈസ്.